ഹലോ ഫ്രണ്ട്സ്, 30,000 രൂപയ്ക്ക് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്മാർട്ട് ഫോൺസിനെ പരിചയപ്പെടാം. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ കൊടുത്തേക്കുന്നത് മിനിമം 256 GB അല്ലെങ്കിൽ 512 GB സ്റ്റോറേജ് ഉണ്ടായിരിക്കണം. 120 GB ഒരു കാലം കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ 30,000 നിങ്ങൾ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം 256 തന്നെ വാങ്ങുമ്പോൾ റാം വന്നിട്ട് 8 GB 12 GB അല്ലെങ്കിൽ 12 GB, പിന്നെ അതിനകത്ത് സ്കോർ മിനിമം 1.4 MB ഉണ്ടാവണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ഏതൊക്കെയാണ് ഡിവൈസസ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ രണ്ട് ഫോൺസിനെ ഒരേപോലെ താരതമ്യം ചെയ്യുന്നുണ്ട്. മോട്ടറോള എഡ്ജ് 60 Pro, പിന്നെ മോട്ടറോള എഡ്ജ് 70. അപ്പോൾ ഇതിന് മെയിൻ ഡിഫറൻസ് വരുന്നത് വെച്ചാൽ ഒരു ബാറ്ററി 60 Pro വരുമ്പോൾ ബാറ്ററി 6000ഉം അതുപോലെ 70 വരുമ്പോൾ 5000 വരുന്നത്. പക്ഷേ 70 കുറച്ചുകൂടെ ബെറ്ററായ ഫോണാണ് എന്ന് നമുക്ക് പറയാം. രണ്ട് വേറെ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ 60 Pro വരുന്നത് MediaTek Dimensity ആണ്, അതുപോലെ 70 വരുന്നത് Snapdragonൻ്റെ 7 Gen 4 ആണ്. ബാക്കി സ്റ്റോറേജും കാര്യങ്ങളും സ്ക്രീനൊക്കെ ഇതിനകത്ത് 6.7 എക്സ്ട്രീം AMOLED എന്നാണ് പറയുന്നത്. ഇതൊരു കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഫോണാണ് 60 Pro. ഓക്കെ, സോ നമുക്ക് അടുത്ത ഡിവൈസിലേക്ക് പോകാം. അടുത്ത ഡിവൈസ് നമുക്ക് നത്തിങ്ങിൻ്റെ 3A ആണ്. ഇതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു 30,000 താഴെ നിൽക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ബെസ്റ്റ് ആയിരിക്കും. ഈ ഒരു 256 8GB വേരിയൻറ്റിനകത്ത് കാരണം ഇതിൻ്റെ ക്യാമറ സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ എൻ്റെ പിന്നെ ബാക്കിലത്തെ ഡിസൈനും 5000 mAh ബാറ്ററി 7S Gen 3 ആണ് 3Aക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഇതുപോലത്തെ ഒരു ക്യാമറ സെറ്റപ്പ് മൊഡ്യൂളാണ് എൻ്റെ ബാക്കിൽ വരുന്നത്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഡിസൈനാണ്. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഫോണിന് പോവാം. ഇനി നമുക്ക് അടുത്ത വരുന്നത് വെച്ച് കഴിഞ്ഞാൽ Realme GT70. ഇനി ഞാൻ അങ്ങോട്ട് പറയുന്നതൊക്കെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺസ് ആയിരിക്കും. കറക്റ്റ് 30,000 അല്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് വ്യത്യാസം വരും. നിങ്ങൾക്ക് കാർഡ് ഓഫേഴ്സ് അത് വെച്ചിട്ട് കറക്റ്റ് 30,000 അല്ലെങ്കിൽ അത് ചെറിയൊന്നും വ്യത്യാസത്തിൽ വാങ്ങാൻ സാധിക്കും. Realme GT70 ആണ്. 7000 mAh ബാറ്ററി ഉണ്ട്, 120 watts ചാർജിങ് വരുന്നുണ്ട്. പിന്നെ MediaTekൻ്റെ D8.0 ആണ് ചിപ്പ് സെറ്റ്, ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് സെറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഈ ഒരു പിന്നെ അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് 6000 nits ഡിസ്പ്ലേ ഉണ്ട് ഈ ഫോണിനകത്ത് കേട്ടോ. അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ലിസ്റ്റിനകത്ത് 30,000 ലിസ്റ്റിനകത്ത് ഈ ഫോൺ കൂടെ ആഡ് ചെയ്യാം. അടുത്ത് നമുക്ക് വരുന്നത് iQ Neo 10 ആണ്. iQ Neo 10 ഒരു എന്താണ് Snapdragon 8S Gen 4 വരുന്ന ചിപ്സെറ്റാണ്. അതുപോലെ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ. കാരണം ഒരു 144 FPS ഉണ്ട്, അതുപോലെ 7000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു വേപ്പർ കൂളിംഗ് ചേമ്പർ സംഭവമുണ്ട്, ഗെയിം കളിക്കുമ്പോൾ ഹീറ്റ് ആവാതിരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ആ ഒരു യൂസേജിന് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അടുത്ത വരുന്നത് പോക്കോ H7 ആണ്. ഇതും 7500 mAh ബാറ്ററി ഉണ്ട്, 22 watts ചാർജിങ്, നല്ല അടിപൊളിയായിട്ടുള്ള അന്തത് സ്കോറുണ്ട്. 8S Gen 4 ആണ് സ്നാപ്ഡ്രാഗൻ്റെ ചിപ്പ് സെറ്റും. ഇതും നിങ്ങൾക്ക് ഗെയിമിംഗ് ആവശ്യത്തിനും ഓൺറൗണ്ട് ആയിട്ടുള്ള ഫോണായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. കാരണം ഈ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷേ പലർക്കും പല ഡിസൈനുകളായിരിക്കും താല്പര്യം. ചിലർക്ക് iQൻ്റെ ആയിരിക്കും, ചിലർക്ക് പോക്കോയുടെ ഡിസൈൻ ആയിരിക്കും, ഞാൻ ഈ പറയാൻ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ഉള്ള ഫോൺസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ പെർഫോമൻസ് ഇപ്പോൾ ഈ പറയുന്നതിലൊക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇനി അടുത്ത് ലാസ്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് വരുന്നതാണ് OnePlus Nord 5. അപ്പോൾ ഇതൊക്കെ ഒരു നോർമൽ ഡിസൈനായിട്ട് തോന്നും. കുറച്ചുകൂടെ ബൾക്കി ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് iQ ഫോൺസ് തിരഞ്ഞെടുക്കാം. അത് കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോൾ ഈ ഒരു പോക്കോ OnePlus വരുമ്പോൾ നോർമൽ ഒരു ഡിസൈനായി. പക്ഷേ ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ ചോയ്സ് ഏതാണെങ്കിലും നമുക്ക് പോകും. ഇതും ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. അതായത് BGMAയ്ക്കും എല്ലാത്തിലും ബെസ്റ്റാണ്. 144 FPS കൊടുത്തിട്ടുണ്ട്. ക്യാമറ സെറ്റപ്പും അടിപൊളിയാണ്. ഇത് 6800 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം. ചില ഫോൺസിന് 7000 mAh ആയിരിക്കും, ചിലതിന് 6000 അല്ലെങ്കിൽ 6800 അങ്ങനെ ആയിരിക്കും. ചിലപ്പം ചിലതിനകത്ത് 144 Hz കാണുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ പ്രൈസ് 33 ആണ് വരുന്നത് 8GB 256. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് ഓഫേഴ്സ് വെച്ചിട്ട് പ്രൈസ് കുറച്ച് കുറഞ്ഞിരിക്കും. സോ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഫോൺസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.